അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റുമാലി റൊട്ടിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റുമാലി റൊട്ടിയാണിത്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റാണ് ഇത്. നല്ല പേപ്പർ പോലെ നമ്മൾ നല്ലതായിട്ട് പരത്തി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് ചിക്കൻ കറിയുടെ കൂടെയോ ചിക്കൻ കുറുമയോ ചിക്കൻ കറിയോ അതുപോലെ തന്നെ വെജ് കുറുമയോ കടലക്കറിയോ എന്തിൻ്റെ കൊണ്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ചിക്കൻ കുറുമയോടെ കഴിക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഇതിന്. അപ്പോൾ എന്തായാലും നല്ലൊരു ടേസ്റ്റാണ് ഈ നമ്മുടെ റുമാലി റൊട്ടിക്ക്. ഇത് നമുക്ക് ഏത് കറിയുടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റുമാലി റൊട്ടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് റുമാലി റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഇത് ഞാനൊരു ഈ ചായ കുടിക്കുന്ന കപ്പിന് 1.5 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. മൈദ മാവാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി ഇത് ബട്ടറാണ്, ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറാണ്. അതായത് ഞാൻ ഉപയോഗിച്ചത് മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടർ. ഇതിൻ്റെ ഒരു പകുതിയാണ് ഞാൻ മെൽറ്റ് ചെയ്യാൻ എടുത്തേക്കുന്നത്. ഈ ബട്ടറിൻ്റെ ഒരു പകുതി, ആ ബട്ടറിൻ്റെ പകുതി മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് വേണം. ആവശ്യമുള്ള ഉപ്പ് ചേർത്താൽ മതി. നമുക്ക് അറിയാമല്ലോ ഏകദേശം ഉപ്പിൻ്റെ അളവ്, അതനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. അതായത് ചൂടുപാലാണ് വേണ്ടത്. ഒരുപാട് തണുത്ത പാലല്ല, എന്നാൽ ഒരുപാട് ചൂടുമല്ല, മീഡിയമായിട്ട് നിൽക്കുന്ന പാലാണ് വേണ്ടത്, ചൂടുപാല്. അപ്പോൾ അതിലേക്ക് നമുക്ക് പാലിൻ്റെ അളവ് ഇന്നതൊന്നുമില്ല, കുഴയ്ക്കാനുള്ള മാവിൻ്റെ അളവിനനുസരിച്ചിരിക്കും പാലിൻ്റെ അളവും. അപ്പോൾ ഈ പാലും വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാവൊന്ന് ബട്ടറും ഉപ്പും ഇതെല്ലാം കൂട്ട് മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മളിത് പാലിനകത്താണ് മെയിനായിട്ടും കുഴച്ചെടുക്കുന്നത്. ഞാൻ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും പാലിനകത്ത് മാത്രമാണ് ഈ റുമാലി റൊട്ടി ഉണ്ടാക്കുന്നത്. ഞാൻ ബട്ടറൂടെ ചേർക്കും, പക്ഷേ ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. ഇങ്ങനെ കുറേശ്ശെ പാലൊഴിച്ചിട്ട് അത്യാവശ്യം ഇത് കുഴച്ചെടുക്കാം. നല്ലതായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം, നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം. അതായത് നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ മാവാണുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് വെച്ചിട്ട് നല്ലതായിട്ട് അയച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മാവേ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് തന്നെ വെച്ചിട്ട് അയച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ തടവി കൊടുക്കാം. ഇത് നമ്മൾ മാക്സിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഞാനിത് ഒന്ന് അടച്ച് വെക്കാൻ പോവാണ്. നിങ്ങൾക്കൊരു ടവലിട്ട് മൂടി വെക്കുമോ അതോ ഇതുപോലെ ഒരു പാത്രം വെച്ച് എന്തെങ്കിലും അടച്ച് വെച്ചാലും മതി. ഞാനിപ്പോൾ ഒരു പാത്രം വെച്ച് ഇങ്ങനെ അടച്ച് വെച്ചേക്കുവാണ്. അപ്പം നമ്മുടെ മാവ് ഇവിടെ വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റാം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് മൈദാപ്പൊടി ഇവിടെ വെതറി കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ഉരുളകളാക്കി എടുക്കാം. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം നമ്മുടെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു ഉരുളയാണ് ഞാൻ എടുക്കുന്നത്. അതിലും വലിപ്പത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ വലിപ്പത്തിലാണ് എടുക്കുന്നത്. വലിപ്പത്തിൽ മാവെല്ലാം ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് പരത്തി വെക്കാം. ഞാനിതെല്ലാം ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റൊട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിയിട്ട് വേണം പരത്താനായിട്ട്. എന്നാൽ മാത്രമേ ഇത് നല്ലതായിട്ട് വട്ടത്തിൽ വരത്തുള്ളൂ, പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ.
പൊടിയിട്ട് വേണം ഇത് പരത്തി എടുക്കാൻ, എന്നാലേ ഇത് ശരിക്കും പരന്ന് വരത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് പരത്തിയെടുത്താൽ ഉടനെ നമ്മൾ മാറ്റി വെക്കാൻ പോകരുത്, അപ്പം തന്നെ ചുട്ടെടുക്കണം. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോൾ ഇത് പഴയ രൂപത്തിലായിട്ട് ചുരുങ്ങി വരും. അതാണ് റുമാലി റൊട്ടിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ തന്നെ ഞാനിപ്പോൾ തന്നെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഡയറക്റ്റ് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ അതുപോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഓരോ സൈഡും ഇങ്ങനെ നമ്മൾ പരത്തി കൊടുക്കണം. നല്ല തിന്നായിട്ട് നല്ല പേപ്പറിൻ്റെ കണക്കിൽ വേണം ഇത് പരത്തി എടുക്കാനായിട്ട്. നമുക്ക് എത്രയും വലുതാക്കാൻ പറ്റുമോ, ആ ഉരുളയ്ക്കനുസരിച്ച് എത്രയും വലുതാക്കാൻ പറ്റുമോ അത്രയും നമ്മൾ വലുതാക്കി എടുക്കണം. കുറച്ച് പൊടി കൂടെ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കാണാൻ പറ്റും സൈഡിൽ നമ്മൾ പരത്താത്ത ഭാഗം ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്ന ആ ഭാഗത്തെല്ലാം നമ്മളിങ്ങനെ റൂൾ തടി വെച്ചിങ്ങനെ പരത്തി കൊടുക്കണം. നമുക്ക് എത്രയും വലിപ്പത്തിലെടുക്കാവോ അത്രയും വലിപ്പത്തിൽ നമ്മൾ പരത്തി ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഇതൊരു പേപ്പറിൻ്റെ കനമായിട്ടുണ്ട്, കണ്ടോ? ഇതേപോലെ നമ്മൾ പരത്തിയെടുക്കണം. ഇത് നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു വലിപ്പം വെക്കും ഇതിന്, കണ്ടോ? ഇങ്ങനെ ആക്കിയെടുക്കണം. പേപ്പറിൻ്റെ കനവായിട്ടുള്ളൂ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ദോശക്കല്ല് പോലത്തെ സാധനം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ, നല്ലതായിട്ട് ചൂടാവണം. നമ്മുടെ ഈ ദോശക്കല്ല് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ റുമാലി റൊട്ടി ഇട്ട് കൊടുക്കാം. നമ്മൾ പരത്തി അന്നേരം തന്നെ ഇട്ട് കൊടുത്തോണം, അല്ലെങ്കിൽ ഇത് ശരിയാവത്തില്ല. ചെറുതായിട്ട് പൊങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ഡ്രൈ ആവണ്ട. നമുക്ക് ചെറുത് ചട്ടുകുമ്പോൾ ചെന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. തിരിച്ചു വിട്ട് അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത്രയും മതി. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ റുമാലി റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ റുമാലി റൊട്ടി എല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനിന്ന് കടലക്കറിയാണ് ഉണ്ടാക്കിയത്. അതായത് നമ്മുടെ ബീഫ് കറിയൊക്കെ വെക്കുന്ന ആ ഒരു രുചിയിൽ കടലക്കറി ഉണ്ടാക്കി. നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്യുക പ്ലീസ്. അപ്പം നിങ്ങൾ കണ്ടുപോകുന്നവർ വെറുതെ കാണാതെ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്യണേ പ്ലീസ്. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ആ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ പുതിയ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ കവിത എഴുതുന്നുണ്ട്, അതുപോലെ തന്നെ ഫുഡിൻ്റെ കാണിക്കുന്നുണ്ട്, ബ്യൂട്ടി ടിപ്സ് കാണിക്കുന്നുണ്ട്, കുറേ ഐറ്റംസ് ഞാൻ കാണിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായതെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.